ഞാൻ കള്ളും കുടിക്കും കഞ്ചാവും വലിക്കും എന്നിട്ട് ലഹരി ഉപയോഗിക്കരുതെന്ന് പിള്ളേരെ ഉപദേശിക്കുകയും ചെയ്യും. അതാണ് റാപ്പർ വേടൻ. എന്നിട്ട് ജാതിയുടെ പേരിൽ ഇരുവാദം മുഴക്കിയാൽ തീരാവുന്നതാണോ ആ ലഹരി കേസ്? കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടൻ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അയാളെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് അറിയില്ലെന്നും പരിപാടിക്കിടെ ആരാധകൻ സമ്മാനിച്ചതാണെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു. പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചും വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. വേടന്റെ ജാമ്യാപേക്ഷ മെയ് 2-ന് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്. ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും അറിയാമത്. മൃഗവേട്ട അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരെ ചുമത്തിയിട്ടുണ്ട്. വിവിധ കുറ്റങ്ങൾക്ക് 9 വർഷം വരെ തടവ് ലഭിക്കാം. പെരുമ്പാവൂർ കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിശദമായി മൊഴി രേഖപ്പെടുത്തി. തുടരന്വേഷണങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണമെന്ന വനം വകുപ്പിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം വേടനെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്ത ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുലിപ്പല്ല് മാലയിൽ ലോക്കറ്റാക്കി നിർമ്മിച്ചു നൽകിയ തൃശൂരിലെ ജ്വല്ലറിയിലും തെളിവെടുപ്പുണ്ടാകും. ചോദ്യം ചെയ്യലിനോട് വേടൻ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചോദ്യം ചെയ്യലുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അത് ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ അതും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്, വിയ്യൂരിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജ്വല്ലറിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ആരാധകൻ കൊടുത്തതാണ്. ഗിഫ്റ്റ് എന്ന് പറയുന്ന അറിഞ്ഞോ അറിയാതെ വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് ഒന്നും കൈവശം വെക്കാനായിട്ട് നിയമപരമായി അനുവദിക്കുന്നില്ല. ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടെയാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വേടനെ ഹാജരാക്കിയത്. ചെന്നൈയിലെ പരിപാടിക്കിടെയാണ് പുലിപ്പല്ല് സമ്മാനമായി ലഭിച്ചതെന്നും യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് വേടന്റെ മൊഴി. പുലിപ്പല്ല് നൽകിയ ആളിന്റെ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയമെന്നാണ് വേടൻ പറഞ്ഞത്. ന്യൂസ് 18 കൊച്ചി.